കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി രണ്ടനമ്മ അനീഷ മാത്രം എന്ന് കണ്ടെത്തൽ. ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. പ്രതി അനീഷയുമായി കുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കിരൺ കുമാർ ചേർന്നു വിവരങ്ങളുമായി. കിരൺ, ഈ കുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ എത്തി തെളിവെടുപ്പ് നടത്തി. ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നു? ഈ അനീഷ മാത്രമാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത് എന്ന് പറയുന്നതിന് പോലീസ് എന്താണ് പറയുന്നത്? 6 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ ഈ രണ്ടാനമ്മ അനീഷയ്ക്ക് മാത്രമാണ് ബന്ധമുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം എത്തുന്നത്. ഈ അനീഷയുടെ ഭർത്താവ് അജാസ് ഖാനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയത്തെ തുടർന്നായിരുന്നു ഇവർ ഈ കുട്ടിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. ഈ അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട 6 വയസ്സുകാരി. ഇവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംശയം ഏതാനും ദിവസങ്ങളായി തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില ആളുകളെ, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അച്ഛൻ അജാസ് ഖാൻ, ഒപ്പം തന്നെ അയൽവാസിയായിട്ടുള്ള ചില ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ഇതിൽ പങ്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കുട്ടി മരിച്ചു കിടക്കുന്ന വിവരം ആദ്യം അറിയിച്ചത് കുട്ടിയുടെ അച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ഇയാൾ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഈ കൊലപാതകം നടത്തിയത് എന്നുകൂടി പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഈ അനീഷയുമായി അല്പസമയം മുമ്പ് കോതമംഗലം ഇരുമ്പലപ്പടിയിലെ ഇവരുടെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ കൃത്യം നടത്തിയതും കുട്ടി കിടന്നത് അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ അനീഷ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി കിരൺ, പ്രതി അനീഷയുമായി കുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി.